സർക്കാരിനെ വെല്ലുവിളിക്കുക. നിങ്ങൾ ഉമ്മൻചാണ്ടിക്കെതിരെ CBI എൻക്വയറി പ്രഖ്യാപിച്ചു. ഇന്നത്തെ പ്രതിപക്ഷ നേതാവിനെതിരെ പ്രഖ്യാപിച്ച പോലെ 5 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ഉമ്മൻചാണ്ടിക്കെതിരെ CBI പ്രഖ്യാപിച്ചു. ആ CBIയുടെ അന്വേഷണ റിപ്പോർട്ട് ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ? ചർച്ച ചെയ്യാൻ ധൈര്യമുണ്ടോ? ആ ചർച്ച ചെയ്താൽ നിങ്ങളുടെ മന്ത്രിസഭയിൽ ഒരു മന്ത്രിക്ക് കേടുപറ്റുമോ എന്നുള്ളതാണ് ഞാൻ സർക്കാരിനെ വെല്ലുവിളിച്ച് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ധൈര്യമുണ്ടോ ചർച്ച ചെയ്യാൻ? മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഞാൻ വെല്ലുവിളിക്കുന്നത്. അങ്ങേക്ക് ധൈര്യമുണ്ടോ? അങ്ങ് ഉത്തരവിട്ട എന്റെ പിതാവിനെ കള്ളക്കേസിൽ കൊടുക്കാൻ, പ്രകൃതി വിരുദ്ധ കേസിൽ കുടുക്കിയാക്ക് അങ്ങ് പിന്നീട് ചെയ്തത് CBIയുടെ കേസ് എടുക്കുകയാണ് ചെയ്തത്. അങ്ങേ ഞാൻ ഇവിടെ നിന്ന് ചോദിക്കുകയാണ്, അങ്ങേക്ക് ധൈര്യമുണ്ടോ? ഈ CBI റിപ്പോർട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, ഞാനത് വ്യക്തിപരമായി പറയുന്നില്ല. കാരണം വ്യക്തിപരമായി പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ പറയില്ല. പക്ഷേ CBI റിപ്പോർട്ട് ചർച്ച ചെയ്യണം. ധൈര്യമുണ്ടോ മുഖ്യമന്ത്രിക്ക്? അതാണ് എനിക്ക് ഈ പുതുപ്പള്ളിയുടെ ഈ പാമ്പാടിയിൽ നിന്ന് ഉമ്മൻചാണ്ടി തട്ടകത്തിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനോട് എനിക്ക് ചോദിക്കാനുള്ളത്. ധൈര്യമുണ്ടോ മുഖ്യമന്ത്രി? ധൈര്യമുണ്ടോ? ഏത് ധൈര്യത്തിൽ അങ്ങ് ഉമ്മൻചാണ്ടിക്കെതിരെ കേസെടുക്കാൻ ശ്രമിച്ചോ അതേ ധൈര്യത്തിൽ അങ്ങ് റിപ്പോർട്ട് കൂടി ചർച്ച ചെയ്യണം. അല്ലാതെ ഒളിച്ചോടാതെ CBI റിപ്പോർട്ട് പുറത്തു വന്നാൽ ആ CBI റിപ്പോർട്ട് പുറത്തു വന്നാൽ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം മുട്ടിപ്പോകും. അവർക്ക് അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ തന്നെ ഉള്ളവർക്കായിരിക്കും അത് എന്നുള്ളത് മുഖ്യമന്ത്രിക്ക് നല്ലതുപോലെ അറിയാവുന്നതുകൊണ്ടാണ് ഈ CBI സാധാരണ എതിരാളിക്കെതിരെ CBI റിപ്പോർട്ട് വന്നാൽ അത് ചർച്ച ചെയ്യാത്തൊരു പാർട്ടിയാണോ CPM? അത് ഉയർത്തിപ്പിടിക്കുന്ന പാർട്ടിയല്ലേ CPM? അതെന്താ മിണ്ടാട്ടം മുട്ടിപ്പോയത്? പാമോയിലും കേസിന്റെ പേരിൽ K കരുണാകരനെ, പാമോയിലും കേസിന്റെ പേരിൽ ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയവർ ഇന്ന് അവസരം കിട്ടിയിരിക്കുകയല്ലേ ഈ CBI റിപ്പോർട്ട്. അതൊന്ന് ചർച്ച ചെയ്താൽ പലരും കുടുങ്ങും. ഞാൻ പേരെടുത്ത് പറയണ്ടല്ലോ. പേരെടുത്ത് പറയണോ? പറഞ്ഞവർക്കെല്ലാം മനസ്സിലായിട്ടുണ്ടോ? ഞാനൊന്നും പറയുന്നില്ല. അതുകൊണ്ട് ഈ തരത്തിൽ വേട്ടയാടൽ നടത്തി ആ വേട്ടയാടലിനെ ന്യായീകരിക്കുവാൻ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കിയ ഈ ഗവൺമെന്റ് അതിന്റെ അന്തിമ ഘട്ടത്തിലെത്തിക്കുക. അവസാനത്തെ ബെല്ലടിക്കാൻ പോവുകയാണ്. ആ ബെല്ലടിക്കുമ്പോൾ പിണറായി വിജയനും കൂട്ടരും പുറത്തോട്ടുള്ള വഴി കണ്ട് കേരള നിയമസഭയിൽ നിന്ന് പുറത്തു പോകുന്ന കാഴ്ചയ്ക്കാണ് കേരളം കാത്തിരിക്കുന്നത്. ഒരു നീതിമാനായ ഒരു മനുഷ്യരെ കുരിശിക്കാൻ വിട്ടിട്ട്, ഒരു നീതിമാനായ മനുഷ്യരെ രക്തത്തിന് വേണ്ടി ദാഹിച്ചിട്ട്, ഒരു നീതിമാനായ മനുഷ്യരെ കള്ളക്കഥകളുടെയും അതുപോലത്തുള്ള അസർപ്പ കഥകളുടെയും ബലത്തിൽ ഈ പൊതുജനമധ്യത്തിൽ വലിച്ചു കീറിയിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പറ്റാത്തൊരു ഗവൺമെന്റിന്റെ അവസ്ഥ ഓർത്തു നോക്കി. അതിന്റെ അന്തിമഘട്ടത്തിൽ മുഖ്യമന്ത്രിയോട് എനിക്ക് ചോദിക്കാറുണ്ട്, അങ്ങയുടെ മനസ്സിന് കുറ്റബോധമുണ്ടോ ഇത് വേണ്ടായിരുന്നു എന്നുള്ളത്? പരസ്യമായിട്ട് അങ്ങ് പറയണമെന്നില്ല. 10 വർഷം അങ്ങ് മുഖ്യമന്ത്രിയായിരുന്നുള്ള ശരിയാണ്. പക്ഷേ ചരിത്രം അങ്ങേ രേഖപ്പെടുത്തുന്നത് ഉമ്മൻചാണ്ടിയെ കുരിശിലേക്ക് അയച്ച പീലാത്തോസിന്റെ റോളായിരുന്നു എന്നുള്ളതായിരിക്കും ചരിത്രം പിണറായി വിജയനെ കുറിച്ച് എഴുതി വെക്കാൻ പോകുന്നത്. സംശയമുണ്ടോ? ഒരു സംശയവുമില്ല. കൈ കഴിയുമെന്ന് അറിയത്തില്ല, പക്ഷെ ഉത്തരവ് എഴുതിയിട്ടുണ്ട്. ഏതാ? CBIക്കുള്ള ഉത്തരവ്. അതിനു മുമ്പുള്ള മലപ്പുറം ഇലക്ഷൻ ദിവസം എഴുതിയ ഉത്തരവ്, അതൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ കൈ കഴിയുമെന്ന് അറിയത്തില്ല. ഇപ്പോഴും കൈ കഴിയുവാനുള്ള അവസരമുണ്ട്. അവസാന ദിവസം വേണമെങ്കിൽ. ഏതായാലും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പുതുപ്പള്ളി ചോദിക്കുന്നത്, ഇതേ വൈരാഗ്യം പുതുപ്പള്ളിയോട് കാണിച്ച ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. ഇതേ വൈരാഗ്യം പുതുപ്പള്ളിയുടെ വികസനത്തോട് കാണിച്ച ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. 4 വർഷം മുമ്പ് ഇവിടുത്തെ തൊട്ടടുത്ത ഭൂമിയിൽ തറക്കല്ലിട്ട് പോയി നമ്മുടെ മന്ത്രി വാസവൻ സാറും മന്ത്രി രാജൻ സാറും. പിന്നെ അവരെ കണ്ടിട്ടില്ല. വാസവൻ സാർ ഇവിടെ തന്നെയുണ്ട്, അദ്ദേഹം എല്ലാ ഉദ്ഘാടനത്തിനും വരുന്നുണ്ട്. പക്ഷെ ഇതിനെക്കുറിച്ചൊരു മിണ്ടാട്ടുമില്ല. നമ്മുടെ വില്ലേജ് ഓഫീസ് എന്തേ? അപ്പൊ സഖാക്കൾ വരും ക്യാപ്സ്യൂളുമായി. 53 വർഷം ഉമ്മൻചാണ്ടി ഭരിച്ചിട്ട് എന്തായി? കമ്പനിപ്പടിപ്പാലം ചോദിച്ചാൽ പറയും 53 വർഷം ഉമ്മൻചാണ്ടി MLA ആയിട്ട് എന്തായി?
പാറേക്കടവാലം ഉമ്മൻചാണ്ടി എവിടെ നിർത്തിയോ അവിടെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അവരെ കുറിച്ച് സഖാക്കൾ പറയുന്നെന്താ? പിന്നെ പറയുന്നെന്താ? കിഫ്ബി ഒരു സ്കൂള് ചെയ്തിട്ടുണ്ട്. ഒരു സ്കൂള് ആയിരക്കണക്കിന് പദ്ധതികൾ നടപ്പിലാക്കിയപ്പോൾ കേരളത്തിൽ കിഫ്ബി ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. ഇന്നലെ വളരെ സമൂഹത്തിൽ മാന്യനായ എല്ലാ പാർട്ടിക്കാർക്കും താല്പര്യമുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തെ എല്ലാ പാർട്ടിക്കാരും മാനിക്കുന്നുണ്ട്, ആദരിക്കുന്നുണ്ട്. പക്ഷെ അതേ ഇടതുപക്ഷക്കാരനാണ്. അദ്ദേഹം ഇന്നലെ എഴുതി, ഒരു പദ്ധതി മാത്രമേ MLA-ക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുള്ളൂ. ശരിയാ സാറേ, ഒരു പദ്ധതി മാത്രമേ ഉള്ളൂ. ഒരു പദ്ധതി മാത്രമേ ഉള്ളൂ. കാരണം കരഞ്ഞ് കേണപേക്ഷിച്ചാലും ഉമ്മൻചാണ്ടിയുടെ മണ്ഡലത്തിനോട് നീതി കാണിക്കാത്തൊരു സർക്കാർ ഉണ്ടെങ്കിൽ ആ സർക്കാരിൽ നിന്ന് നീതി എങ്ങനെ കിട്ടുമെന്നുള്ളതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിയോ, കോട്ടയത്തിന്റെ അറ്റം വരെ റോഡ് ചാറിയും, ചങ്ങനാശ്ശേരിയുടെ അറ്റം വരെ റോഡ് ചാറിയും. പക്ഷേ പുതുപ്പള്ളിയിലെ റോഡ് ചാറിയില്ല. പലതവണ ആവശ്യപ്പെട്ടിട്ടും റോഡ് ടാറിയാത്ത ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ അവസാനം തോട്ടക്കാട് പെരുമരിച്ചി റോഡ് നിങ്ങൾക്കറിയാം, പെരുമരിച്ചി വരെ റോഡ് ടാറിയിട്ടുണ്ട്. പെരുമരിച്ചിക്ക് ശേഷം ടാർ ചെയ്തിട്ടില്ല. ഞാൻ കൊണ്ട് വാഴ വെച്ചു, അപ്പോഴൊന്നുണന്ന് കുറെ മണ്ണിട്ടു. പിന്നെ എന്നെ കൊണ്ട് മെനഞ്ഞാന്ന് ഒരു ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന തലേ ദിവസം ഒരു ഉദ്ഘാടനം നടത്തി ഇല്ലേ? ഉദ്ഘാടനം നടത്തിയിട്ട് എന്തായി? തദൈവ ഒരു പാലം പൊളിക്കാൻ ഇവിടെ തീരുമാനിച്ചു മീനടത്ത്. ആ പാലം പൊളിക്ക് എന്നെ കൊണ്ട് ഉദ്ഘാടനം നടത്തിച്ചു. ഞാൻ പറഞ്ഞു, എന്തായി പാലം പൊളി? തദൈവ. ഞാൻ ചോദിച്ചു, അത് പിന്നെ ഇപ്പൊ എന്തേ എന്നെ കൊണ്ട് ചെയ്യിച്ചേ? അത് ഞങ്ങൾ ഓർത്തില്ല. അപ്പോൾ എങ്ങനെ വന്നാലും പുതുപ്പള്ളി ഉമ്മൻചാണ്ടിയോട് ഇപ്പോഴും വിരോധം തീർക്കുന്നവർ, ഇന്ന് ഒരു വ്യക്തി വീഡിയോ ചെയ്തിരിക്കുക, 3 ഫോട്ടോ കൊണ്ടാണ് ഉമ്മൻചാണ്ടിയെ നീതിമാനാക്കിയത്. ഇവിടെ ആരും നീതിമാനാക്കിയില്ല സാറേ. ഇവിടുത്തെ പൊതുജനങ്ങൾ ഏറ്റെടുത്ത വികാരമാണ്. ഇവിടുത്തെ ഇന്ന് എന്നുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലേക്ക് ആളുകൾ വരുന്നത്. ആളുകൾക്ക് അദ്ദേഹത്തിനുള്ള സ്നേഹം കൊണ്ടാ, ആളുകൾക്ക് അദ്ദേഹത്തിനുള്ള കരുതൽ കൊണ്ടാ. ഇവിടെ കോൺഗ്രസ് പാർട്ടിയോ ഏതെങ്കിലും പാർട്ടി വിചാരിച്ചിട്ട് വരുന്നവരല്ല. അവരുടെ സ്നേഹത്തിന്റെ കൂടുതൽ കൊണ്ട് ആളുകൾ ഇങ്ങോട്ട് വരുന്നതാണ്. അല്ലാതെ ഇവിടെ ആരും നിങ്ങൾ സൃഷ്ടിക്കുന്ന പോലെ ഒരു ആദർശവാദിയോ അല്ലെങ്കിൽ സൈദ്ധാന്തികനെയോ ഞങ്ങൾ സൃഷ്ടിച്ചിട്ടില്ല, ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. ഈ കാണുന്ന പുതുപ്പള്ളിയിലെ ജനങ്ങൾ, അതുപോലെ തന്നെ സാധാരണക്കാർ, കേരളത്തിൽ നിന്നും ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും മതമില്ലാത്തവരുമൊക്കെ ആ കല്ലറയിലേക്ക് ഇന്ന് കടന്നു വരുന്നെങ്കിൽ ഉമ്മൻചാണ്ടിയുള്ള സ്നേഹം കൊണ്ടാ. അദ്ദേഹം അവരെ സ്നേഹിച്ചതുകൊണ്ടാണ്. ആ സ്നേഹം നമ്മൾ കണ്ടതല്ലേ? 3 ദിവസം ഉറങ്ങാതെ നിന്ന സ്നേഹം. ആൾക്കാർ ഇന്നും ആ സ്നേഹം പ്രകടിപ്പിക്കുന്നതിൽ എന്താണ് തെറ്റ്? അതിന് ആരുടെയും സൃഷ്ടി, അദ്ദേഹം ആരുടെയും സൃഷ്ടിയല്ല, അദ്ദേഹം സ്വയം സൃഷ്ടിച്ചെടുത്ത ഒരു ഇന്ദ്രജാല വിദ്യയുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് പലപ്പോഴും എന്റെ പേര് കേൾക്കാത്തത്. പുതുപ്പള്ളി ഫെസ്റ്റിന് ഞാൻ സംഘടിപ്പിച്ച പുതുപ്പള്ളി ഫെസ്റ്റ്, 4 ദിവസത്തെ പുതുപ്പള്ളി ഫെസ്റ്റ്, ആ ഫെസ്റ്റിന് ആങ്കർ വിളിച്ച പേര് ഉമ്മൻചാണ്ടിന്ന്. ഞാൻ ഓർത്തുപോയി. കഴിഞ്ഞ ദിവസം ഈ സൈക്കിളുമായി 2 കുട്ടികളുടെ മുന്നിൽ പോയി. ആ കുട്ടികൾ ഉമ്മൻചാണ്ടി എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പൊ ഞാൻ ഓർത്ത്, ഈ കുട്ടിക്ക് ഒരു കാരണവശാലും അപ്പെ അറിയാൻ ഒരു വഴിയില്ല. കൊച്ചുകുട്ടിയാ, അവന് LKG-യിലായിരിക്കും. അതെങ്ങനെയാണ് അവരുടെ മനസ്സിൽ എന്റെ പേര് മാത്രം വരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു വരുന്നത്? സംശയമല്ലോ? മിണ്ടുന്നില്ല. അതുകൊണ്ട് ഇന്നും ഈ നാട് സ്നേഹിക്കുന്ന ഉമ്മൻചാണ്ടിയെ, നിങ്ങൾ സ്നേഹിക്കുന്ന ഉമ്മൻചാണ്ടിയെ, ആ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾ, അനശ്വരമായിട്ടുള്ള ഓർമ്മകൾ, ആ ഓർമ്മകളാണ് നമുക്ക് കരുത്ത്.